അയ്യോ ചെയിൻ ഇട്ടില്ലേ. എല്ലാരും ഫോണൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. 2 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇന്നെത്തിയേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി കറങ്ങാന്നുള്ളതായിരുന്നു. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ഹെൽമെറ്റ് വെച്ചില്ലേ? ഹെൽമെറ്റ് വെക്കട്ടെ, അല്ലെങ്കിൽ ഫൈൻ കിട്ടും നമുക്ക്. ഹെൽമെറ്റും കൂടെ വെച്ചിട്ട് എവിടെയാ പോണെന്താന്ന് അറിയില്ല. വീട്ടിലിങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോ ജസ്റ്റ് ഒന്ന് കറങ്ങാന്ന് പറഞ്ഞ് ഒരു ഹായ് പറയൂ. അപ്പൊ എവിടെ പോണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ വിശേഷം ഇപ്പൊ നമ്മള് പോവാൻ തുടങ്ങി 1/2 മണിക്കൂറായി. എവിടെയാന്നൊന്നും അറിയത്തില്ല. നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പാ. ഹെൽമെറ്റ് വെച്ച ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഹെയർ സ്റ്റൈലൊക്കെ പോയി. എന്താ ചെയ്യും? ാണ് നമ്മൾ പോകുന്നത്. ഫോണിൽ എന്റെ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടേ ഇങ്ങനെ പൈപ്പോട്ടിക്കാണേ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഹൈവേയിലാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. സൺലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. അടിപൊളി സ്ഥലം അല്ലേ ഇത്? എന്തോ അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കറക്റ്റായി അറിയത്തില്ല. പിന്നെ ഞങ്ങള് പാലക്കാടുകാരും എല്ലാം അറിയാം അല്ലേ? പാലക്കാടുകാർ ആരെങ്കിലും വന്ന കമന്റ് ചെയ്യണേ. ഞാൻ പാലക്കാടാണേ. ശ്രീയാടിന്റെ സ്വന്തം സ്ഥലം അറിയാലോ, കോട്ടയം. പക്ഷെ ശ്രീയാടെ വർക്കിന്റെ കാര്യത്തില് ഷൂട്ടിന്റെ കാര്യത്തിനൊക്കെ വന്നത് തിരുവനന്തപുരത്ത്. കടല് കണ്ടിട്ടില്ല, വേണേ കണ്ടോ, പിന്നെ കാണിച്ചു തന്നില്ല. ബീച്ചിലോട്ട് വിളിച്ചോണ്ട് പോയപ്പോ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. അല്ല, ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ അതിനും വയ്യ. നോക്കാം എന്തൊക്കെ നമുക്ക് വാങ്ങിച്ചു തരാൻ നോക്കാം ശ്രീയേട്ടൻ. പക്ഷെ ഒറ്റക്കായപ്പോ ഒരു രസമില്ല ശ്രീയേട്ടൻ. നിനക്ക് ഇത്രയും നേരം അവിടെ ഇരുന്നപ്പം ബോറടിക്കുന്നെന്ന് പറഞ്ഞല്ലേ നീ ഇങ്ങോട്ട് വന്നേ? അതെ. അല്ല, എല്ലാരും ഉണ്ടെങ്കിൽ വീട്ടില് ഓണത്തിന് വെളിയിൽ കൊണ്ടുപോയില്ലാന്ന് ഇനി പറയല്ലേ. ഇപ്പം വെളിയിൽ കൊണ്ടുവന്നല്ലോ. ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഇതിനെ കൊണ്ട് കറക്റ്റ് ആയിട്ട് നടുക്കിരുത്തിയിരിക്കുക. ആരോടും പറയരുത്. ഇല്ല, ഇവളവിടെ പല കുലുമാല ഉണ്ടായിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. പിന്നെ ഇവിടെ ഒരു കോഫി കിട്ടുമല്ലോ. എന്താ കോഫിയുടെ പേര്? കോഫിയോ? അതും കൂടെ പോകുമ്പോ ഒന്ന് കുടിക്കണം. നല്ല ടേസ്റ്റ് ആണെന്നാ പറഞ്ഞു. അത് നല്ല. ഇപ്പൊ അത്ര തിരക്കൊന്നും വന്നിട്ടില്ലല്ലോ, ഇനിയും വരാനുണ്ട്. അത് രാത്രിയാവണം. രാത്രിയാവുമ്പോഴാണ് ഒരു വൈബ്. നമുക്ക് ആ വൈബിലോട്ട് ഇന്ന് രാത്രി ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ചേട്ടാ, നമ്മള് വന്നപ്പോ ഇവിടെ തിരക്കേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നല്ല തിരക്ക്. പക്ഷെ രാത്രി കാണാനാണ് വൈബ്. കണ്ട അടിപൊളിയായിട്ടില്ലേ ശ്രീയേട്ടാ? മൊമോസ് ഉണ്ട് ശ്രീയേട്ടാ അവിടെ. കണ്ട അവിടെ ഇപ്പുറത്ത് കാണിക്കുക. അതാ അവിടെ. ഇങ്ങനെ മൊമോസ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഓർഡർ കൊടുക്കണം. അതൊക്കെ അവർ പൊയ്ക്കോളും. നമുക്ക് മൊമോസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കിയിട്ട് പറയാം. ചേട്ടാ ഒന്ന് ഓർഡർ ചെയ്യട്ടാ. മൊമോസ്
ഇതെന്തുവാ? ഷെഷ്വാൻ മോമോസ് ഫ്രൈഡ്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അയ്യോ, സ്പൂണില്ലേ? ചൂട് ടേസ്റ്റ് ചെയ്യാം. ചൂട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മൊജിറ്റോ അല്ല, എന്താ നമ്മൾ കഴിച്ചത്? മൊമോസ്. ഷെഷ്വാൻ മൊമോസ് കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഒന്നും കൂടെ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ ക്ലോസ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് രാവിലെ മിൽക്കും കൂടെ വാങ്ങിക്കാൻ വിചാരിച്ചു. ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇനി വാങ്ങിച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ രാത്രിയത്തെ എൻ്റെ ഫുഡ് ഓവറായി. അയ്യോ, ഇവിടുത്തെ അവിലുമൊക്കെ ഇങ്ങനെയാണ്. ഈ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്നും തരത്തില്ലേ? ഇതെന്താ പച്ചവെള്ളം പോലെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണ അവിലുമിൽക്ക് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഇട്ട് തരണ്ടേ? 50 രൂപയ്ക്ക് ഐസ്ക്രീമും സ്വർണത്തിന്റെ ഓക്കെ, 60, 70, 80 വാങ്ങിച്ചോട്ടെ. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പൂത്തിയ കമലാസനൻ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ചുമ്മാ ഒരു ജോളി ട്രിപ്പ് അത് ഇതായി. ഇതേതാ ഈ സ്ഥലം? വായിലേ വരുന്ന പേര് ക്യൂൻസ് വേ. അവിടെയാണ് നമ്മൾ എത്തിയത്. മൊമോസ് വാങ്ങിച്ചു തന്നു. അവിൽ മിൽക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല. നമ്മുടെ ട്രിവാൻഡ്രത്ത് നല്ല ടേസ്റ്റായിരുന്നു, ഇവിടുത്തെ കൊള്ളില്ല. അപ്പം അങ്ങനെ നമ്മൾ ഇനി വീട്ടിലോട്ട് പോകും. രാത്രിക്ക് ഫുഡൊന്നും എനിക്ക് വേണ്ട, ശ്രീയേട്ടന് വേണമെങ്കിൽ 2 ദോശ ഉണ്ടാക്കി കൊടുക്കാം, മതി. അപ്പോൾ നാളെ എവിടേക്കും വിളിച്ചോണ്ട് പോവോ ശ്രീയേട്ടാ? അപ്പോൾ നാളെയും കൂടെ ഞങ്ങൾ എവിടെയെങ്കിലും പോകും. ആ വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.